ഹായ് ഗൈസ് നമ്മളൊരു ചായ കുടിക്കാൻ പോവാണേ. നമ്മുടെ തൊട്ട് താഴത്തെ കടയിലാണ് ചായ കുടിക്കാൻ പോകുന്നത്. ഈ കട ഒരുപാട് പേര് എന്റെയും അജീഷേന്റെയും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഏതോട്ടനാണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കടയിലെത്തി. ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരുപാട് പേര് ഇവിടെ ചായ കുടിക്കാൻ വരുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വിറകടുപ്പിലാണ് ചായ ഇടുന്നത്. അങ്ങനെ നമുക്ക് ചായയും കിട്ടി. കൂടെ ഞങ്ങൾ 2 വാഴയ്ക്കപ്പം മേടിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ കഴിച്ച് ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. ഈ വയലൊക്കെ നോക്കി ചായ കുടിക്കാൻ ഒരു പ്രത്യേക വൈബാണല്ലോ. വിറകടുപ്പിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ആകെ ഒരു സങ്കടം 7 മണി ഉറങ്ങി എന്നുള്ളതാ. പെട്ടെന്ന് എണീക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് സതീശനും അനന്തും ഞങ്ങളെ തിരക്കി ഇങ്ങോട്ട് വന്നു. അങ്ങനെ അവരെ അവിടുന്ന് ഓരോ ചായ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ നേരുന്ന നമ്മുടെ മുത്തോട്ടിലോട്ട് പോവാണ് കേട്ടോ. അവിടെ ചെന്നത് നമ്മുടെ 7 മണി ഉണർന്നു. അവിടെ നിന്ന് കുറെ കറങ്ങി കുറച്ച് വീഡിയോസ് എടുത്തു. കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. കുറെ പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഒരുറക്കം കഴിഞ്ഞ് എണീറ്റിന്റെ ക്ഷീണമാണെന്ന് തോന്നുന്നു ഏതുമയുടെ മുഖത്ത്. ആളൊന്ന് ആക്റ്റീവായി വരാൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. അപ്പൊ തന്നെ വിഷ്ണു എണ്ണ എത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ വീട്ടിലോട്ടും വന്നു. ഏതൂട്ടൻ ഇവിടെ വന്നു കഴിഞ്ഞ് ഭയങ്കര കളിയാണ്. അവൾക്ക് ഏറ്റവും ഇഷ്ടം അവളുടെ കളിപ്പാട്ടങ്ങളോടാണ് കേട്ടോ. അവർക്ക് ഉമ്മ കൊടുക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പോലെ അവൾ വേറെ ആരെയും സ്നേഹിക്കാറും ഉമ്മ കൊടുക്കാറുമില്ല. അത് കഴിഞ്ഞ് റോക്കി തുറന്നു വിട്ടപ്പോൾ അവനോട് എന്തൊക്കെയോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവളാണെങ്കിൽ അവന്മാരെ രണ്ടിനെയും വെറുപ്പിച്ച് നിർത്തിയേക്കാണ്. അവളുടെ അച്ഛനെ പോലെ തന്നെ അവൾ ഒരു മൃഗസ്നേഹിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഇവന്മാരെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതോട്ടും ഇവന്മാരെ വിളിക്കുന്നത് കേട്ടാൽ തന്നെ നമ്മളൊന്ന് നോക്കിയിരുന്നു. അത്ര സ്നേഹത്തോടാണ് ഇവൾ അവന്മാരെ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവരുടെ വിശേഷങ്ങൾ ഇങ്ങനെ നടക്കട്ടെ. നമ്മുടെ ഒരു കുഞ്ഞു വൈകുന്നേരം ഇങ്ങനെയൊക്കെ പോയി കേട്ടോ. അപ്പൊ പുതിയ പുതിയ വിശേഷങ്ങളുമായി പുതിയ പുതിയ വീഡിയോ കാണാം. ബൈ ബൈ.